ജയരാജിൻ്റെ പ്രിയപ്പെട്ട സഹസംവിധായകരായി പിന്നീട് പ്രമുഖ സംവിധായകരായി അറിയപ്പെട്ട ആളുകളാണ്. ഞാൻ അവരെ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എന്തായാലും സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കട്ടെ. മധുവിൻ്റെ ആദ്യത്തെ സിനിമ ചിത്രശലഭം. മധു പിന്നീട് ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടുകളുള്ള ഒരു സിനിമയാണ് ദീപസ്തംഭം മഹാശ്വര്യം. ഇപ്പം ശംഭു എന്ന് പറഞ്ഞൊരു സിനിമയുടെ പണിപ്പുരയിലാണ്. പിന്നെ അശോകൻ്റെ സഫലം ആദ്യത്തെ പടം, അതിൽ നാഷണൽ അവാർഡ് കിട്ടി അശോകൻ. പിന്നെ മധു കൈതപ്പുറം. ഇപ്പോൾ ഏകാന്തം എന്നൊരു സിനിമ പൂർത്തിയായി. അതൊരുപാട് ഞാൻ കണ്ടു. അത് വളരെ എനിക്ക് പ്രതീക്ഷയുണ്ട് ആ സിനിമ. അപ്പം മുരളിച്ചേട്ടനും തിരഞ്ചേട്ടനും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നതിനകത്ത്. എന്നാൽ ഇങ്ങനൊരു ഡിഫറൻറ്റ് സിനിമകളാണ് എല്ലാവരും ചെയ്തത് അല്ലേ? മധുവും അശോകനും അതും ഒക്കെ ചെയ്തതും അത് ജയരാജ് തന്നെയാണ് അതിന്റെ പ്രചോദനം. തീർച്ചയായിട്ടും ആണല്ലേ. ദേശാടനത്തിലാണ് ഞങ്ങൾ ഈ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിട്ട് ഒരു റെവല്യൂഷൻ ആയിരുന്നു സംഗതി. അതെ അതെ. ഞങ്ങൾ കുറെ ഹോംവർക്ക് ചെയ്തിട്ട് മൊത്തം യൂണിറ്റ് സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. അത് ഭയങ്കര എം ജെ രാധാകൃഷ്ണനായിരുന്നു ക്യാമറ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രാധാകൃഷ്ണൻ ഏറ്റവും നല്ല വർക്കുകളിൽ. പിന്നെ അഭിനയിച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അതിൻ്റെ അഭിനയിച്ച കുട്ടി, എല്ലാവരും പുതിയ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനില്ല. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങും. തെർമോക്കോളൊക്കെ ആദ്യം ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉറങ്ങാനായിട്ട്. കാരണം ഈ ടോപ്പ് ലൈറ്റിലൊന്നും ഷൂട്ട് ചെയ്യില്ല. ആരോടും പരാതി പറയില്ല. കാരണം ഇത് റിലീസ് ആവണമെന്നോ ഇതാരെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നോ ഒന്നും വിചാരമില്ല. ഒരു സിനിമ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളുടെ സംവിധായകൻ, അപ്പോൾ അയാളുടെ കൂടെ അസിസ്റ്റൻ്റ് ആവാന്ന് പറയുന്ന ഒരു ലക്ഷ്യം. പക്ഷേ എനിക്ക് പെട്ടെന്ന് സാധിച്ചത് രഞ്ജിത്താണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അശോകൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ അശോകനെ കാണുന്നത്. കണ്ണ കഴിഞ്ഞിട്ടല്ലേ പിന്നെ സ്വതന്ത്ര സംവിധായകനായതല്ലേ? കണ്ണയ്ക്ക് ശേഷം പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ തിളക്കത്തിന്റെ ടൈമിൽ അസിസ്റ്റന്റ് ആയിട്ട് ജയരാജിന്റെ അടുത്ത് തന്നെ പോകാൻ കാരണം എന്താണ് അശോകൻ? വേറെ ആരുടെങ്കിലും കൂടെ അങ്ങനെ സഹസംവിധാനമായിട്ട് വർക്ക്? സാറിന്റെ ആദ്യം എല്ലാ പടങ്ങളും ഒന്ന് കാണുമായിരുന്നു. പൈതൃകം വരെയുള്ള എല്ലാ പടങ്ങളും ഞാൻ അസിസ്റ്റന്റ് വരുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ സാറിൻ്റെ ആ ക്രാഫ്റ്റും ആ വർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. മധു എന്നാണ് ജയരാജന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. മധു പക്ഷേ ഞാനുള്ള സിനിമകളിലുണ്ടായിരുന്നു. കണ്ണകിലുണ്ടായിരുന്നല്ലേ? മധുവിനെ കൈതപ്പുറം വിശ്വനാഥനാണ് എനിക്ക് പരിചയപ്പെട്ടത്. ഞാൻ പൈതൃകമൊക്കെ കണ്ടപ്പോഴേ സാറോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. പൈതൃകത്തിന് മുമ്പേ എല്ലാ സാറിൻ്റെ സിനിമകൾ കണ്ടപ്പോഴും ഒരു ലെറ്റർ ഞാൻ എഴുതുമായിരുന്നു സാറിന്. മധു ഞാനെന്നും എഴുതുമായിരുന്നു. അപ്പോൾ സാറിനെ പരിചയപ്പെടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ ദേശാടനം കണ്ട് അത് വല്ലാത്തൊരു ഭ്രാന്ത് പോലെ മനസ്സിനെ കൊണ്ടു കിടക്കുന്ന സമയത്താണ് ഞാനൊരു നമ്പർ സാറിനെ സംഘടിപ്പിച്ച് സാറിനെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് അസിസ്റ്റൻ്റായേ പറ്റൂ സാറിൻ്റെ അവിടെ. അപ്പോൾ സാറ് പറഞ്ഞ ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ തൽക്കാലം കുറച്ച് കഴിയട്ടെ പറഞ്ഞു. അങ്ങനെ കളിയാട്ടം ചെയ്യുന്ന സമയത്ത് വിശ്വട്ടനും കൂടെ പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതെ, സെറ്റിൽ നിന്ന് ഒരിക്കലും സാർ ഒരു അസിസ്റ്റൻറ്റിനെയും ഒരു ദേഷ്യപ്പെടുകയോ തെറി പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അല്ല, സഹസംവിധായകരോ അല്ലെങ്കിൽ സംവിധാന സഹായികളോ അല്ല, ജയരാജനെല്ലാം കൂട്ടുകാർ തന്നെ അല്ലേ? എല്ലാവരോടും. പക്ഷെ എവിടുന്നോ സാറിൻ്റെ ഒരു നോട്ടം എപ്പോഴും നമ്മളൊന്ന് ചൂടിക്കാൻ വേണ്ടി സാർ എവിടുന്നെങ്കിലും ഒരു നോട്ടം ഉണ്ടാവുമായിരുന്നു സാർ. അത് മതി നമ്മൾ ഒരു തെറ്റ് തിരുത്താനും. ഇവരെല്ലാം ഒരുപാട് ഭയപ്പെടുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താണ് ഭയപ്പെടുന്നത്. അതല്ല, ഏകാന്തം ചെയ്യുമ്പോഴും ഞാനായിരുന്നില്ല ഡയറക്ടർ. എവിടെയോ സാർ ഇരുന്ന് നോക്കുന്ന ഒരു പ്രതിയായിരുന്നു ഓരോ ദിവസവും. അത് ഞാൻ എന്നും എല്ലാവരോടും പറയാറുണ്ട്. സാർ ഇവിടെ ഉണ്ട്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ലൊക്കേഷൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നില്ല. കാരണം വെച്ചാൽ അത് എനിക്കറിയാം എൻ്റെ പ്രസൻസ് അവരെ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആകും. ദേശാടനത്തിന്റെ കാര്യം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഇതിന്റെ 100-ോ 150-ാം ദിവസം ആഘോഷിക്കുമ്പോഴാണ് ഇത്ര നാട്ടുകാർ അറിയുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുത്തിരുന്നത്. കാരണം അറിയപ്പെടുന്ന താരങ്ങളില്ല, കോലാഹലങ്ങളില്ല. മറ്റേത് യൂണിറ്റ് 1 വരുന്നു, ബഹളം, 15 വണ്ടി, ഇതൊന്നും ഇല്ലാതെ പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് ടി വി സീരിയലാണെന്ന് തോന്നുന്നു പറഞ്ഞു കേൾക്കാം സൈഡ് കമന്റ്. ഇത്രയും സംവിധായകരുടെ കൂടെ ഇരുത്തി തന്നെയാണ് ഞാനോട് ചോദിക്കുന്നത്. ഈ ഇത്രയധികം വെറൈറ്റി സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയധികം സിനിമകൾ, സാധാരണ എല്ലാ സംവിധായകർക്കും ഒരു ജനറിൽപ്പെട്ട സിനിമകളോടെ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന, ഇപ്പോൾ ജോഷ് സാറിനെ പോലുള്ള ആളുകൾ ചെയ്യുന്ന സിനിമയ്ക്ക് എപ്പോഴും ഓഡിയൻസിനൊരു മുൻവിധി ഉണ്ടാകും. ഈ സിനിമ ഇങ്ങനെ ഇരിക്കും. ജയൻ്റെ സിനിമകൾക്ക് നമുക്ക് അങ്ങനെ ഒരു മുൻവിധി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ദേശാടനം പോലെയല്ല ജയൻ ചെയ്യുന്ന മില്ലേനിയം സ്റ്റാർസ് വരുന്നത്, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കില്ല അശ്വാരൂഢൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് വരുന്ന ആനച്ചന്തം മറ്റു രീതിയിലുള്ള സിനിമയായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഒരു അതെങ്ങനെയാണ് ജയൻ അത് കണ്ടെത്തുന്നത്? നമ്മൾ ഈ ഒരു ഒബ്സഷനായി മാറുകയാണ് സിനിമയാണ്. എനിക്കൊരു ബ്രീത്ത് തന്നെ സിനിമ തന്നെയാണ്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ സിനിമാക്കാരനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ ഫിലിം ഡയറക്ടറായിട്ട് തന്നെ ജനിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. അതൊരു ഒബ്സഷനും പാഷനുമാണ്.
അപ്പോൾ സിനിമയില്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. വേറെ ഞാൻ ഭരതേട്ടൻ്റെ കൂടെ എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഞാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ താമസിക്കുമ്പോഴൊക്കെ സിനിമയെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഇല്ലായിരുന്നു, ചിന്തകളിലൊന്നും ഇല്ലായിരുന്നു. സംഗീതവും സിനിമയും മാത്രം ഭരതേട്ടൻ്റെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് അത് തന്നെയാണ്. ഞാനത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഞാൻ പകർന്നു കൊടുത്തത് മാത്രം. ഭരതേട്ടനൊരു ഡെയറിങ്, എന്തിനേയും നെഞ്ചി വിരിച്ച് നേരിടാനും എന്ത് നമുക്ക് തോന്നുന്നു ശരിയും തോന്നുന്നു ചെയ്യാനുള്ളൊരു ധൈര്യം ഭരതേട്ടൻ നിന്ന് കിട്ടിയതാണ്. സംഗീതത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, വിഷ്വൽ ബ്യൂട്ടിയെക്കുറിച്ച് അറിയില്ല, ഇതെല്ലാം ഭരതേട്ടൻ നമുക്ക് കിട്ടുന്നതാണ്. എന്താണ് ഭരതേട്ടൻ്റെ ഒരു ജയനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉള്ളത്? ലളിത ചേച്ചിയാണ്. ലളിത ചേച്ചിക്ക് ജയനെ പറ്റി എന്താണ് പറയാനുള്ളതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ലളിത ചേച്ചി ഒരു ക്ലിപ്പിംഗ് ഉണ്ട്, അതൊന്ന് കാണാം. എൻ്റെ സ്വന്തം സഹോദരനും അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജയരാജ്. പിന്നെ ജയൻ്റെ ആദ്യത്തെ പടം തൊട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ജയൻ വർക്ക് ചെയ്തത്. ചിലമ്പായിരുന്നു ജയൻ്റെ ആദ്യത്തെ പടം. ഒരു ക്ലാപ്പ് അടിക്കാതെ കൊണ്ട് പോലും ഫസ്റ്റ് അസിസ്റ്റൻ്റായ ഒരു പടമായിരുന്നു ചിലമ്പ് ജയരാജ്. അതിനുശേഷം ഇങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ പടങ്ങളിലും ജയൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ജയൻ ഉണ്ടായിരുന്നു. സാറിനെ രാവിലെ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ജയൻ വന്നോന്നാണ് ചോദിക്കുന്നത്. ജയൻ വന്നെങ്കിലേ എഴുന്നേക്കത്തുള്ളായിരുന്നു. അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒത്തുകൂടി സംസാരിക്കുന്ന ഒരാളായിരുന്നു ജയൻ. ഇടയ്ക്ക് കുറച്ച് ദിവസം ഞാനും ജയനുമായിട്ടൊരു ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലൊക്കെ ഇരുന്നിരുന്നു. അതുകൊണ്ട് ജയൻ്റെ കല്യാണം കൂടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ സബിതയെ കാണുന്നത് എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ ആസ്പത്രി കിടക്കുന്ന സമയത്ത് ജയൻ സ്വർണ്ണമയൂരം അവാർഡ് വാങ്ങിച്ചിട്ട് സ്വർണ്ണ മെഡലുമായിട്ട് സാറിനെ കാണിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വന്നോടനെ അത് എനിക്ക് സത്യം ജയനെ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനൊരു വേദനയായിട്ട് കിടക്കുന്നുണ്ട്. എന്നോട് വന്നിട്ട് ചോദിച്ചു, അപ്പോൾ ICUവിൽ കിടക്കുകയാണ് ചേട്ടൻ. എന്നോട് ചോദിച്ചു ഞാനൊന്ന് പോയി കണ്ടോട്ടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയത്, ഇപ്പോൾ വേണ്ട ജയ, അവരെ ആരെയും ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല, ഇപ്പോൾ കാണണ്ട എന്ന് പറഞ്ഞു. ജയനോട് കുറേ നേരം നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയ സമയത്ത് ജയനെ റൂമിനകത്ത് കയറി ഈ കിട്ടിയ സ്വർണ്ണ മെഡൽ കൊണ്ടുവന്ന് ചേട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കാലിൽ തൊട്ട് വന്നിച്ചു. ഇത് കഴിഞ്ഞ് ജയൻ ഇറങ്ങിപ്പോന്നിട്ട് എന്നെ ചേട്ടൻ വിളിക്കുന്നു റൂമിലേക്ക്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ജയൻ വന്നിരുന്നു, ഇങ്ങനെ വലിയൊരു സ്വർണ്ണ മെഡൽ കൊണ്ടുവന്ന് എൻ്റെ കാൽക്കൽ വെച്ച് നമസ്കാരം. അപ്പോൾ കണ്ണുന്നിങ്ങനെ മടമടാന്ന് ഒഴുകുക. സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് അങ്ങ് വല്ലാത്ത വിഷമമായിപ്പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എപ്പോഴും ജയൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കത് ചെയ്ത് പറയാൻ പാടില്ലായിരുന്നു എന്ന്, പക്ഷെ അന്നേരത്തെ ഒരു ഇതിന് എനിക്ക് അങ്ങനെ തോന്നിപ്പോയതാണ്. ജയനത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിലത് എന്നും ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ജയരാജ്. ഇങ്ങനെ ഒരു ശിഷ്യനെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ജയനും ചേട്ടനുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിളിച്ചു പറഞ്ഞ പോലെ ഈ ഭരതൻ സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് അന്ന് ജയൻ അങ്ങനെ തോന്നാൻ കാരണം എന്താ? ഭരതേട്ടൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് അതൊരു ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ് സ്വപ്നം പോലെ ഇതുപോലൊരു ഗുരുവിനെ എനിക്ക് കിട്ടില്ല. കാരണം ഇത്ര ഫ്രീഡം, പിന്നെ എന്തിനെക്കുറിച്ചും ചോദിക്കാം. ഇപ്പോൾ ഷോട്ട് ഓക്കെ ആകുന്നതിന് മുമ്പ് വൈശാലിക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഷോട്ട് ഓക്കെ മുഖത്ത് നോക്കിയിട്ടുള്ളൂ ഭരതേട്ടൻ ഓക്കെ പറയുള്ളൂ, നമ്മൾ ഓക്കെ എന്ന് തോന്നി, അത്ര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ചർച്ചകൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പോലും പറഞ്ഞു തരും. ഈ ഭരതേട്ടൻ ഭരതേട്ടൻ മരിക്കുന്ന കാലഘട്ടത്തിന് ഒരുപക്ഷെ ആ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ചിത്രശലഭത്തിന് ഷൂട്ടിങ് ഗുരുവായൂർ താമസിക്കുന്നു. രാത്രിയിൽ വാകച്ചാർ തൊഴുതിട്ടൊന്ന് കിടന്നു. അപ്പം ഉണരുന്ന കുറച്ച് ലേറ്റായിട്ടായിരിക്കും സാധാരണ രണ്ടാമത്തെ ഉറക്കം. പക്ഷേ ഞാൻ വെളുപ്പിന് ഉണർന്നു, ഒരു 5 മണിയായപ്പോൾ ഉണർന്നിട്ട് എൻ്റെ സ്വപ്നത്തിലാണ് ഞാൻ ഉണരുന്നതെന്ന് വെച്ചാൽ ഭരതേട്ടൻ ഒരുപാട് പേര് ഉള്ള ഭരതേട്ടൻ്റെ വീട്ടിൽ ഭരതേട്ടൻ ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറുക വീടിൻ്റെ വടക്കാഞ്ചേരി വീട്ടിൽ.
അല്ല അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം പോലും നമുക്ക് ജയരാജന് ഇത്രയും വിഷമം ഉണ്ടാകുന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമാധാനിക്കാം, അതല്ലെങ്കിൽ സന്തോഷിക്കാം. ഇപ്പം ഇത്രയും നാൾ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതി കിട്ടിയിട്ടും ഗുരുവിൻ്റെ കാൽക്കൽ കൊണ്ടുപോയി വെക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ആ വിവരം ലളിതയോട് പറഞ്ഞ വിവരം നമ്മൾ അറിഞ്ഞു. അതൊക്കെ ഓർത്ത് നമുക്ക് സമാധാനം കണ്ടെത്താം. ജയസൻ ജയ നായരെയും കൈതപ്രം വിശ്വനാഥനെയും ജാസി ഗിഫ്റ്റിനെയും നമുക്ക് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കാം. അവർക്ക് പറയാനുള്ള എന്താണെന്ന് കൂടി കേൾക്കാം. ഇതിലിപ്പോൾ നമുക്ക് വ്യൂവേഴ്സിനെ ഇവരെ ജാസിയും വിശ്വനാഥനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ല. ജയ്സനെ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്ന ഒരു. ജയ്സൺ എങ്ങനെയാണ് സംഗീത രംഗത്തേക്ക് വന്നത്? നേരത്തെ ഏതെങ്കിലും ജയന്റെ പടങ്ങളിൽ അങ്ങനെ അസോസിയേറ്റ് ചെയ്തത്? ഞാൻ ആദ്യത്തെ ഫിലിമാണ്. അതല്ലേ? അതിന് മുമ്പ് കുറേ കാസറ്റ് വർക്കുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് കമ്പോസ് ചെയ്യുമ്പം പുള്ളി ഒരു സിറ്റുവേഷനിൽ 2-3 ട്യൂൺ ഇടും. അതൊക്കെ എനിക്ക് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായി. ഇപ്പോൾ വിശ്വട്ടൻ ആദ്യമായിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ നെല്ലുവായ അമ്പലത്തിലിരുന്നാണ്. ധന്വന്തിരി ക്ഷേത്രം ഉണ്ട് അവിടെ ഇരുന്ന ഉണ്ണിയുടെ വീടിൻ്റെ അടുത്താണ്. അവിടെ ഇരുന്നാണ് കമ്പോസ് കണ്ണകിയുടെ ഫസ്റ്റ് സോങ് കരുനീല കണ്ണകി ഫസ്റ്റ് ട്യൂൺ ഓക്കെയാണ്. വേറെ ഒരു ട്യൂൺ ചെയ്യില്ല. അത് വേറെ ട്യൂൺ ഇല്ല അതിന് ആ സിറ്റുവേഷൻ. വേറെ പല ഡയറക്ടേഴ്സിൻ്റെയും കൂടെ ഏട്ടൻ വർക്ക് ചെയ്യുമ്പോൾ കൂടെ ഞാൻ ഇങ്ങനെ സഹായിയായിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ജയരാജ് സാർ മാത്രമേ എന്തായാലും നിങ്ങളെന്നെ ചെയ്യണം എന്ന് പറയും. അതിപ്പോൾ പിന്നെ സിനിമാ രംഗത്ത് അങ്ങനെ കാണാൻ വളരെ പ്രയാസമാണ്. ബന്ധങ്ങൾക്ക് വലിയ വില ഉണ്ടാവാറില്ല അധികം. സ്നേഹബന്ധത്തിന് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള പ്രത്യേകതയും കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരു പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യം വരില്ല. അത് എന്നെ ആയാലും ജാസി ആയാലും ജേസൺ ആരായാലും. ഇപ്പോൾ ജാസിയെ പരിചയപ്പെടുത്തുന്ന പിന്നെ ആ സിനിമയിലൂടെ എന്ന് പറയുമ്പോൾ ആ സിനിമ തന്നെ ജയൻ പരിചയപ്പെടുത്താറുണ്ട്. ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ തന്നെ മറ്റൊരു ട്രെൻഡ് ഉണ്ടാക്കുന്നത്. അതിനുമുമ്പ് ജാസിയെ പറ്റി അറിയാമായിരുന്നു? ഉണ്ണിയാണ് എന്നെ പറഞ്ഞത്. ഒരു ആൽബം ആരോ ചെയ്തിട്ടുണ്ട്, അതിൽ ജാസി എന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നും വേണം നോക്കാം. അങ്ങനെ പാട്ട് കേൾപ്പിക്കും, ജാസിനെ കേൾപ്പിക്കുന്ന പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത പാട്ടാണ് കേൾപ്പിക്കുന്നത്. കേട്ടപ്പോൾ ഞാൻ ഇത് ഓക്കെയാണ്, നമുക്ക് അതിലൊരു ഗോവൻ അറ്റ്മോസ്ഫിയറിൽ വേണ്ട ഒരു ഇതാണ്. അപ്പം ഞാൻ ഇടയിൽ ഒരു ശബ്ദം കേട്ടല്ലോ, ഇടയിൽ ഒരാളുടെ ഒരു ബേസ് ശബ്ദം ആരുടെയെന്ന് പറഞ്ഞു. അത് ജാസ് നാണിച്ചുകൊണ്ട് പോയി ഞാൻ തന്നെയാണ് സാധനം. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ആ പാട്ടിൽ. അങ്ങനെ എനിക്ക് അതിനോട് എന്തോ ഒരു കമ്പം തോന്നുന്നു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. ജാസി ഗായകനാവാന്നുള്ളൊരു പ്രതീക്ഷയെ ജാസിക്ക് ഉണ്ടായിട്ടില്ല അല്ലേ? ഈ പ്രത്യേകിച്ച് ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല. അങ്ങനെ എപ്പോഴും ഞാൻ വെസ്റ്റേൺ ഹോട്ടലിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് മാത്രമേ പാടിയുള്ളൂ. അപ്പം ആദ്യമായിട്ട് പാടുന്ന മലയാളം ഇതാണ്. പ്രത്യേകിച്ച് ആ സമയം ഈ ക്രിറ്റിസിസം ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. മലയാളം പാട്ട് അപ്പം അതിൻ്റേതൊരു അത് ബ്രേക്ക് ചെയ്താണ് നമ്മൾ എന്തെങ്കിലും അതിൽ ചെയ്യാനുള്ളത്. അതിപ്പോൾ എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാർത്തിക്കിനെ കൊണ്ട് പാടിക്കാൻ, കാർത്തിക് അന്നക്കിളിയും ലജ്ജാവതി 2 പാട്ടാണ് പാടാൻ കൊണ്ടുപോയത്. അന്നക്കിളിയുടെ 4 വരി കാർത്തിക് പാടിയായിരുന്നു. പാടിയിട്ട് പിന്നെയാണ് അപ്പോഴ് കാർത്തികിന് മലേഷ്യ സിംഗപ്പൂർ ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനെനിക്ക് തിരിച്ചു വന്നു. പിന്നെ പാടി സാറ് പറഞ്ഞിട്ട് ഹിറ്റുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, ഉണ്ടായി വരുന്നതല്ല, എല്ലാം സംഭവിക്കുന്നതല്ല. സംഭവിക്കൽ മാത്രമാണ്, എല്ലാം സംഭവിക്കില്ല. ഒരിക്കലും നമുക്കൊരു ഹിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുത്തിയ ആർട്ട് ഡയറക്ടർ മീറ്റ് ചെയ്തു, സംവിധായകരെ പരിചയപ്പെട്ടു, സംഗീത സംവിധായകരെ പരിചയപ്പെട്ടു, ഇനി ഗായകരുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഗായകരെ ആവാം. അന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരും കേട്ടിട്ടില്ലാത്തൊരു ശബ്ദമായിരുന്നു ഈ കളിയാട്ടത്തിൽ ഭാവന രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പേര്. നമ്മൾ അതുവരെ കേട്ടുള്ള ഗായികമാർക്കൊക്കെ ഒരു പേരുകളുണ്ടല്ലോ നമുക്ക് പരിചയപ്പെട്ട. പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഒരാളുടെ പേര് കേൾക്കുന്നത്. എങ്ങനെയാണ് ജയൻ കണ്ടെത്തുന്നത് ഭാവനയെ? ഞാൻ കൈതപ്പുറത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ അറിയാം, പക്ഷെ ഒരു പെക്യുലർ ഒരു വോയിസ് ഉണ്ടായി കൊള്ളാമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, അങ്ങനെ ഭാവന കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇത്രയും ഈ സിറ്റുവേഷനോടെയാണ് ഞാനും, അതല്ലെങ്കിൽ എന്താ പറയുക, പാട്ടിന് നമ്മളെപ്പോഴും ഭാവം എന്നാണ് പറയുക അല്ലേ? എൻ്റെ ഒരു എക്സ്പ്രഷൻ ഇത്രയും ഭംഗിയായിട്ടത് എക്സ്പ്രസ് ചെയ്യാനൊക്കെ എങ്ങനെ സാധിച്ചു? ആദ്യത്തെ ഒരു പാട്ടായിരുന്നിട്ട് കൂടി എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം, നല്ല ഭാവമുള്ള പാട്ടുകളാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കഥയുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞതൊന്നുമല്ല, ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ബാക്കി
ദാമോദരേട്ടൻ്റെയും ജയരാജ് സാറിൻ്റെ ഒക്കെ Support തന്നെയാണല്ലേ? സപ്പോർട്ടായിട്ട് പാടിയത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആദ്യത്തെ പാട്ടിന് തന്നെ അവാർഡ് കിട്ടുന്നത് അല്ലേ? അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? തുടക്കത്തിൽ വരുമ്പോൾ തന്നെ ഇത്രയധികം അംഗീകാരമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അതുവരെ അങ്ങനെ പുതിയ വോയിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതൊരു വലിയ കാര്യമാണ് സാർ അത് ചെയ്യുന്നു പറഞ്ഞത്. ഇപ്പം അഖിലയുടെ ശബ്ദമാണ് ഇതിൽ ഞങ്ങളുടെ അശ്വാരൂഢനിൽ അഴകാലിലെന്ന് പറഞ്ഞ ജാസിം മ്യൂസിക് ചെയ്ത് ജാസിം അഖിലും കൂടെ പാടിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് സാറിനെ പരിചയപ്പെടാൻ പറ്റിയത്, ഒരു അവസരം കിട്ടിയത്. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് അശ്വരൂഢനിൽ തന്നെ അല്ലേ? അതും യാദൃശ്യമായിട്ടാണ്. ഞാൻ ട്രിവാണത്തൊരു പ്രോഗ്രാമിനാണ് അഖിലെ കാണുന്നത്, രാകേഷിനെ കാണുന്നത്. രാകേഷിന് പക്ഷേ എനിക്കൊരു അച്ഛനോടുള്ള എനിക്കൊരു ആരാധന ശരിക്കും ഉണ്ടായിരുന്നു. അത് എന്നും നമ്മൾ പ്രിയമുള്ളവളെ എന്നുള്ള പാട്ടൊക്കെ അല്ലേ എത്ര കാലമായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ തറഞ്ഞു നിൽക്കുന്ന നിശീതിനി, താരകരൂപിണി, ഇതൊക്കെ. അപ്പം ഈ കോട്ടത്തൊക്കെ അവിടെ അമ്പലത്തിൽ ഗാനമേളയ്ക്ക് ബ്രഹ്മാനന്ദൻ്റെ ഗാനമേള എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ വളരെ ദൂരെ നിൽക്കാൻ പറ്റുള്ളൂ. സോമൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട് ഗാനമേള കാണാൻ. പക്ഷെ ദൂരെ നിന്ന് കാണാൻ അടുക്കാൻ പറ്റും. അന്നത്തെ സ്റ്റാർ സിംഗറാണ്. ആദ്യമായിട്ടല്ലേ ഈ ഇതിനകത്ത് പാടുന്നത്? അതെ. ഒരുപാട് കാലം ഞാൻ കുറച്ച് നാളെല്ലാം പാടി തുടങ്ങിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. കാര്യം മാക്സിമം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഞാൻ ജാസേട്ടനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാസറ്റ്സിനൊക്കെ പുള്ളിയുടെ പ്രോഗ്രാമൊക്കെ പാടുന്നു. ഒരു പ്രോഗ്രാം കോഴിക്കോട് ഒരു മുല്ലശ്ശേരി രാജു അങ്ങളുടെ പ്രോഗ്രാമിന് പാടിപ്പോൾ ജയരാജ് സാർ അവിടെ ഉണ്ടായിരുന്നു. അതിന് മുമ്പേ തന്നെ സുനിൽ പരമേശ്വരൻ ചേട്ടൻ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ രണ്ടാമത് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറിന് മനസ്സിലായില്ല. പിന്നെ അച്ഛൻ്റെ പേരും കൂടെ പറഞ്ഞോളൂ. രാകേഷ് ബ്രഹ്മാനന്ദൻ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാവും. രാകേഷ് എന്ന് പറഞ്ഞാണ്, അതുകൊണ്ടാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ഗംഗ എന്നുള്ള പാട്ട് പാടിയ. അപ്പോൾ സാറ് ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇറങ്ങിയപ്പോൾ വന്നിട്ട് പറഞ്ഞു നമുക്ക് അടുത്ത പടത്തിൽ കൂടണം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഡയറക്ടേഴ്സൊക്കെ കൂടണം. സാധാരണ എല്ലാവരും പറയും നോക്കട്ടെ കൂടണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ വാസ്റ്റായിട്ടുള്ള തിങ്കിങ് ആണ്. ഒരു ഭയങ്കര ഇൻറ്റിമസി ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ 2-3 വട്ടം വിളിച്ചു. അപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ ജെയ്സൺ ആണ് മ്യൂസിക്, പുള്ളി നീ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ 2 ദിവസം തന്നെ പെട്ടെന്ന് റെക്കോർഡിങ്. ജെയ്സൺ ചേട്ടനും വളരെ ഹെൽപ്പ് ചെയ്ത്. ഞാൻ ആദ്യമായിട്ട് പാടുമ്പോൾ വല്ലാത്തൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ടേക്കൊക്കെ എടുത്തത്. രാകേഷ് പാടി പാട്ട് ഏതായിരുന്നു? അരികിൽ വരൂ വസന്തമായി മനസ്സിൽ മലർ ചുരുങ്ങിടാൻ കൊതിയായി കവിളിൽ ഗീതൾ നീർത്തുമീ പനി നീർക്കുളിർ കാറ്റുപോൽ മുഖരാം. അഖിലയുടെ പാട്ട് കേൾക്കാം നമുക്കൊന്ന്. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി കോരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴിയൊഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. ഭാവനയുടെ പാട്ട് ഞങ്ങൾ ഒരുപാട് കാലം ഞങ്ങൾ പാടിയ പാട്ടാണ്. എന്നോട്